നമ്മൾ ചെയ്യുന്നത് ബീഫ് ഒലത്തിയെടുക്കാനാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയായിട്ടെടുക്കാൻ പോവാം. വാലയ്ക്ക് വെക്കണം. വാലയ്ക്ക് വെക്കാന്ന് പറഞ്ഞാൽ അത് തോരാൻ വെക്കണം. നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇതുപോലത്തെ വലിയ പീസായിരുന്നേ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താലേ ഇത് മസാല പിടിക്കത്തുള്ളൂ. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കുവാണേ. ഉപ്പാണേ. നമുക്ക് ഉപ്പിട്ട് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് ഞെരടി കഴുകിയെടുക്കണം. ഇതിൻ്റെ ഉളുമ്പും അഴുക്കും പോകാനാണ്. മീനും ഇറച്ചിയൊക്കെ കഴുകുമ്പോൾ ഉപ്പ് ഉപയോഗിച്ച് കഴുകുന്ന അതിൻ്റെ ഉളുമ്പ് പോകാനാണ്. അല്ലെ ഒരു വല്ലാത്ത സ്മെല്ലടിക്കും. മതി. നമുക്ക് ഇറച്ചി ഈ ചെരുവത്തിനകത്തോട്ടിട്ട് വേവിക്കാൻ അടുപ്പേ വെക്കാവേ. ഇതിനകത്ത് ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടി, ഉപ്പ്, ഇതിപ്പോൾ ഇട്ട് പെരട്ടി നമുക്ക് ആദ്യമേ ഇത് വേവിക്കാം. നമുക്ക് ഇറച്ചി വേവിക്കാൻ വേണ്ടി തീ പിടിപ്പിക്കാവേ. നമ്മളിവിടെ പുരട്ടി വെച്ച ഇറച്ചി അടുപ്പേ വെക്കുവാണേ. നമുക്ക് ഇറച്ചി ബീഫിന് വേണ്ടേ അത് ഒലത്താനായിട്ട് വേണ്ട സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നമുക്ക് ആദ്യമേ അരിഞ്ഞെടുക്കാം. പിന്നെ തേങ്ങ കൊത്തി അത് എടുക്കണം. പച്ചമുളക്, ഇഞ്ചിയാണിത്. വെളുത്തുള്ളിയാണ്. തേങ്ങ നമുക്ക് ഇതിന് കൊത്തി എടുക്കാനാണ്, വഴറ്റി ചേർക്കാനാണ്. ഇതെല്ലാം നമുക്ക് വറുത്ത് ചേർക്കാനാണ്. നമുക്കിതൊന്ന് നോക്കാവേ, എന്തോന്ന് നോക്കാവേ. കണ്ടോ, ലേശം പോലും വെള്ളം ഒഴിക്കാതെ വെച്ച ഇറച്ചിക്കകത്ത വെള്ളം കണ്ടോ. ഇതാണ് ഇറച്ചിക്ക് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. വെന്തിട്ടില്ല, വെള്ളം കുറച്ചുകൂടെ പറ്റുമ്പോഴത്തേന് ഇത് വേകും. ഇറച്ചി വെന്ത് പാകമായിട്ടിരിക്കുകയാണ്. ഇത് താത്ത് വെച്ചിട്ട് നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് ഇതിന്
വറുത്തെടുക്കാം. ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കടുകിട്ട് അത് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയാണ് ഇട്ട് വഴറ്റിയെടുത്തത്. അതൊരുവിധം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുവാണേ, ഇതുകൂടി ഇട്ട് കൊടുക്കാവേ. സവോള ഇവിടെ ഇട്ട് കൊടുക്കാവേ. സവോള ഇടുമ്പോൾ നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാമെങ്കിൽ എളുപ്പം ഈ സവോള ഇതെല്ലാം അങ്ങ് വാടിക്കിട്ടും. ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് രണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് ആ പച്ചമുളകും സവോളയും വെന്ത് കിട്ടും. നമുക്ക് നോക്കാവേ. ഇനി നമുക്കിതിനകത്ത് ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, മസാലക്കൂട്ടെന്ന് പറയുമ്പോൾ പെരുംജീരകം, കറുവ, കുരുമുളക്, ഏലക്ക, ഇതിത്രയാണ് മസാലക്കൂട്ടെന്ന് പറയുന്നത്. അത് നമുക്ക് ഇടിച്ച് പൊടിച്ച് അതും ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ലേശമേ ഇനി ഇത് ചേർക്കത്തുള്ളൂ. നമ്മൾ ഇറച്ചി മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് വേവിച്ചാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇറച്ചി ഒലത്തി എടുക്കുന്നതിന് ഒരുപാട് മല്ലിപ്പൊടി ചേർക്കുകയും വേണ്ട. ചിലരൊക്കെ മല്ലിപ്പൊടി ചേർക്കാതെ തന്നെ ബീഫ് ഒലത്തിയെടുക്കും. ഏലക്ക, പെരുംജീരകം, കറുവാത്തൊലി ഇതെല്ലാം കൂടെ ഇടിക്കുകയാണേ. ഗ്രാമ്പൂ കൊണ്ട് പൊടിച്ച് അതിനകത്ത് ചേർക്കാനാണേ. ഇതിനകത്ത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മസാല ഇടിച്ച് പൊടിച്ചെടുത്ത് നമ്മളെടുത്ത പൊടികളാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ചേർക്കാം. നമ്മുടെ ഇറച്ചിക്ക് ആവശ്യമായ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഗ്രേവിക്ക് വേണ്ട എരിവിന് വേണ്ട മുളകും മല്ലിയും മറ്റ് സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചോദിക്കരുത് ഈ ഇച്ചിരി മുളകേ ഉള്ളായിരുന്നോ എന്ന് പറയാതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ മുളക് ചേർത്താണ് ബീഫ് വേവിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഗ്രേവി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മുളകാണ് ഇപ്പം നമ്മൾ ചേർത്തേക്കുന്നത്. ഇത് ആയി
നമുക്ക് ഇതിനകത്ത് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇടാൻ പോവാണേ. എടുക്കാവേ. ഇതങ്ങോട്ട് ചെന്നാലേ ഈ ബീഫിനൊരു മണവും ഒരു ഗുണവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഇത് പോത്തിറച്ചിയാണേ. ഇത് റെഡി ആയിട്ടിരിക്കുകയാണേ. നല്ല ഉഗ്രൻ ഒലത്തിറച്ചി. നമ്മുടെ കേരളത്തിൽ മാത്രമേ പോത്തിറച്ചി ഉണ്ടാക്കത്തുള്ളെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇന്ത്യയിൽ എവിടെ പോത്തിറച്ചി കിട്ടിയില്ലെങ്കിലും എൻ്റെ അടുക്ക കുട്ടനാട്ടിൽ വന്നാൽ മതി, ഈ അമ്മച്ചി പോത്തിറച്ചി ഉണ്ടാക്കി ഇതുപോലെ തരാം. ഇത് കുരുമുളക് പൊടിച്ചതാണേ. ഇതെല്ലാം കൂടെ നമുക്ക് ലേശം ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മുടെ ഡെക്കറേഷനാണ്. കരിവേപ്പില ഇട്ടൊരു ഡെക്കറേഷൻ. ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇത് നമുക്ക് താത്ത് വെക്കാവേ. എന്നിട്ട് ഇനിയും ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. വാടാ മക്കളെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. വാടാ കുഞ്ഞേ, വാ. ഞാൻ എടുത്തോട്ടെ. എടുത്തോ. അടിപൊളി 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 എന്ന് പറഞ്ഞാൽ അടിപൊളി, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. ഹലോ ചേച്ചി, ഞാനുണ്ടാക്കിയ സാധനം അടിപൊളിയെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും കുറ്റം പറയുന്നില്ല. അടിപൊളി. ഇത് ബീഫിൽ ഒലത്തിയതാണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.